പ്രിയപ്പെട്ട മകയിരം നക്ഷത്രക്കാരെ, ചൊവ്വയുടെ ശക്തിയും ധൈര്യവും നേതൃഗുണവും ഒരുമിച്ചുള്ള വളരെ ശക്തമായ നക്ഷത്രമാണ് മകയിരം. 2026 എന്ന വർഷം നിങ്ങളുടെ ധൈര്യം പരീക്ഷിക്കപ്പെടുകയും അതിൻ്റെ ഫലം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായി ലഭിക്കുകയും ചെയ്യുന്ന വർഷമാണ്. ഈ വീഡിയോയിൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസവും നിങ്ങളുടെ തൊഴിൽ, ധനം, കുടുംബം, വിവാഹം, ബന്ധങ്ങൾ, ആരോഗ്യം, ആത്മീയത എന്നിവ വളരെ വിശദമായി പറയുന്നു. ഏതൊക്കെ മാസങ്ങളാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, ഏതൊക്കെ മാസങ്ങളാണ് നിങ്ങളുടെ ഭാഗ്യം ശക്തമാകുന്നത് എല്ലാം വിശദമായി അറിയാം. അവസാനം വരെ ശ്രദ്ധിച്ചു കേൾക്കൂ. ജനുവരി മാസം മകയിരം നക്ഷത്രക്കാർക്ക് മനസ്സ് അല്പം അശാന്തമാകുന്ന ഒരു തുടക്കമാണ്. ജോലിസ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന നിലപാട് നിങ്ങൾക്ക് പ്രശ്നമാകാം. കുടുംബത്തിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം. ചിലവുകൾ അപ്രതീക്ഷിതമായി വർദ്ധിക്കും. ഈ മാസം അഹങ്കാരവും ദേഷ്യവും നിയന്ത്രിക്കണം. തിടുക്കത്തിൽ നിങ്ങൾ ആരോടും പ്രതികരിക്കരുത്. നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരക്രിയ ഇതാണ്: ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്ദീപം തെളിയിക്കുക. ഫെബ്രുവരി മാസം ജനുവരിയിലെ സമ്മർദ്ദങ്ങളിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കും. ജോലി സംബന്ധമായി അനുകൂല മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും. മേലധികാരികളുടെ പിന്തുണ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിൽ മെച്ചം കൈവരിക്കും. സാമ്പത്തിക നിയന്ത്രണവും കൈവരും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന ഒരു മാസമാണ് ഫെബ്രുവരി. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് ദീപം തെളിയിക്കുക. മാർച്ച് മാസം നിർണായക തീരുമാനങ്ങളുടെ കാലഘട്ടമാണ്. ജോലി മാറ്റം, പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഭരമേൽപ്പിക്കപ്പെടും. ബിസിനസ് സംബന്ധമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ വാക്കുതർക്കമുണ്ടാവാതെ സൂക്ഷിക്കണം. ശരീരക്ഷീണം ഈ മാസം അനുഭവപ്പെടാം. ഈ മാസം തിടുക്കം വലിയ നഷ്ടമാകാം. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ്: ഹനുമാൻ ചാലിസ ആഴ്ചയിൽ 2 പ്രാവശ്യം. ഏപ്രിൽ മാസം ഭാഗ്യം ശക്തമായി പിന്തുണയ്ക്കാൻ തുടങ്ങും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ ഉണ്ടാവും. വിവാഹ ആലോചനകൾ സജീവമായി നടക്കും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാം. ഈ മാസം ചെയ്യേണ്ട പരിഹാരം: വ്യാഴാഴ്ച ഗുരുവിന് മഞ്ഞ വസ്ത്രം അർപ്പിക്കുക. മെയ് മാസം നിങ്ങൾക്ക് ജോലി സമ്മർദ്ദവും മാനസിക ക്ഷീണവും നന്നായി അനുഭവപ്പെടുന്ന ഒരു മാസമാണ്. അമിതമായ ജോലികൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ദേഷ്യത്തെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കേണ്ട ഒരു മാസമാണ് മെയ്. നിങ്ങൾക്ക് സാരമായ ഉറക്കക്കുറവ് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ്. വിശ്രമവും നിങ്ങൾക്ക് ഈ മാസം വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരക്രിയ: ദിവസം 10 മിനിറ്റ് ധ്യാനിക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ ഈ ധ്യാനം വളരെയേറെ ഉപകരിക്കും. ജൂൺ മാസം വാക്കുകൾ പ്രശ്നമാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. കുടുംബത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. യാത്രകളിൽ നിങ്ങൾ സൂക്ഷിക്കുക. ചിലവുകൾ നിയന്ത്രിക്കണം. മൗനം വലിയ ആയുധമാകും. നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം ഇതാണ്: ശനിയാഴ്ച എള്ളെണ്ണ ദീപം തെളിയിക്കുക. ജൂലൈ മാസം മകയിരം നക്ഷത്രക്കാർക്ക് ഭാഗ്യവാതിൽ തുറന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ജോലിയിൽ വലിയ നേട്ടം നിങ്ങൾ കൈവരിക്കും. നിങ്ങളുടെ ശമ്പളത്തിൽ വർധനവ് ഉണ്ടാകും. പ്രമോഷനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭം കൊയ്തു തുടങ്ങും. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. നിങ്ങളുടെ ധൈര്യത്തിന് അതിൻ്റേതായ ഫലം ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: ലക്ഷ്മി അഷ്ടോത്തര നാമവലി ജപിക്കുക. ഓഗസ്റ്റ് മാസം ബന്ധങ്ങൾ ശക്തമാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പഴയതിനേക്കാളും മെച്ചപ്പെടും.
നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ സ്ഥിരത കൈവരിക്കും. സംശയങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ്: പാർവതി ദേവിയെ പ്രാർത്ഥിക്കുക. സെപ്റ്റംബർ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്ന ഒരു മാസമായിരിക്കും. ആത്മീയമായ ചിന്തകൾ നിങ്ങളിലുണ്ടാകും. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ പുനർചിന്തനം ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഇത്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ വിനയം നിങ്ങൾക്ക് വലിയ നേട്ടമാകും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ്: ഗായത്രി മന്ത്രം ദിവസേന ജപിക്കുക. ഒക്ടോബർ പുതിയ തുടക്കങ്ങൾ നിങ്ങളെ തിരഞ്ഞു വരുന്ന ഒരു മാസമാണ്. പുതിയ ജോലി, ബിസിനസ് എന്നിവ നിങ്ങൾ ആരംഭിക്കും. വീടോ വാഹനമോ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ കാലഘട്ടമാണിത്. നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: വിഷ്ണു സഹസ്രനാമം ജപിക്കുക. നവംബർ മാസം സാമ്പത്തിക സ്ഥിരതയുടെ മാസമാണ്. നിങ്ങൾക്ക് ശക്തമായ ഒരു വരുമാനം ഉറപ്പാകും. പഴയ കടങ്ങൾ വീട്ടാൻ സാധ്യതകളുണ്ട്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും. സമ്പാദ്യശീലം തുടങ്ങി വയ്ക്കുക. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: നിങ്ങൾക്ക് പറ്റുന്ന ഒരു ദിവസം അന്നദാനം ചെയ്യുക. ഡിസംബർ വർഷത്തിൻ്റെ ശാന്തമായ സമാപനമാണ്. ലക്ഷ്യങ്ങൾ കൈവരിച്ച സംതൃപ്തി നിങ്ങൾക്കുണ്ടാകും. കുടുംബസമേതം സന്തോഷമായി സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കും. നിങ്ങൾക്ക് ആത്മസന്തോഷം ഉണ്ടാകും. നിങ്ങൾ ഇഷ്ടദേവതയ്ക്ക് നന്ദി ജപിച്ചുകൊണ്ട് ഈ വർഷം നന്ദിയോടെ അവസാനിപ്പിക്കുക. മകയിരം നക്ഷത്രക്കാർക്ക് 2026 ധൈര്യത്തിനും ക്ഷമയ്ക്കും വലിയ ഫലം നൽകുന്ന ഒരു വർഷമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.